സുരേഷ് ഏട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ലാലേട്ടൻ്റെ പഴയകാല സുഹൃത്താണ് എന്നറിയാം സുരേഷ് ഏട്ടനും പ്രിയദർശൻ സാറും മണിയമ്പിള്ള രാജു ചേട്ടനും ഒക്കെ തന്നെ. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ വന്ന് പെട്ടത്? നവോദയയുടെ ഒരു അഡ്വർടൈസ്മെന്റ് പേപ്പറിൽ വരുന്നത്. ഞങ്ങളന്ന് ഒരു മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ 4 പേരിലാണ് ഒരു മുറിയിൽ. ഞാൻ, ലാല്, പ്രിയൻ, അശോകൻ. വൈകിട്ടാണ് ഈ പേപ്പർ വരുന്നത്. മനോരമ പേപ്പർ അന്ന് വൈകിട്ട് ഒക്കെ അവിടെ എത്തത്തുള്ളൂ. അപ്പം ഞങ്ങൾ അത് എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് അതിലൊരു അഡ്വർടൈസ്മെന്റ് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ലാല് അതിന് അപ്ലൈ ചെയ്യുന്നതും. ഞാനല്ല, ഇവരുടെ നിർബന്ധ പ്രകാരം എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഫോട്ടോ എടുക്കും. കാര്യം എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയാൻ തോന്നണ്ടേ? അങ്ങനെ പോയി ഫോട്ടോ എടുപ്പിച്ചു. എനിക്കിപ്പോഴും ഓർമ്മ, നമ്പ്യാതിരി ആണ് ലാലിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഒരു 2-3 ഫോട്ടോ കണ്ടിട്ട് ലാലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് അവിടെ എൻ്റെ വീട്ടിൽ വന്ന് ലാൽ ഇത് കണ്ടിട്ട് ഇത് വേണ്ട, ഇത് അപ്ലൈ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഞാനവിടെ കിടന്ന് ഉച്ചയ്ക്കൊരു മയക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ലാലു അവിടെ ഇതങ്ങ് ഇട്ടിട്ട് പോയി. പിറ്റേ ദിവസം അപ്പോഴും ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വന്ന്, നമ്മുടെയൊക്കെ മുറി അറിയാമല്ലോ എങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇത് ലാലുവിൻ്റെ ഫോട്ടോ അല്ലേ, എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് നവോദയയിൽ ഇതിന് വേണ്ടിയിട്ട് അയക്കാനുള്ള ഇതാണ്. അപ്പോൾ അന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് കൊണ്ട് നിനക്ക് ഇത് അയച്ചുകൂടെ? അപ്പം ഞാൻ പറഞ്ഞു, ലാല് കണ്ടിട്ട് ലാല് വേണ്ട, ഇത് അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ഞാനിതെടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ അടുത്താണ് പോസ്റ്റ് ഓഫീസ്. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ആ സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ബോക്സിലോട്ട് ഇതിരുന്നത്. പിറ്റേ ദിവസം ലാലിന് അതിൻ്റെ ടെലഗ്രാം വന്നു. അങ്ങനെ പോയി അത് കിട്ടി. പിന്നെ ദൈവാധീനം ഇപ്പോൾ സംഭവിച്ചത് ഇതെല്ലാം ഒരു നിമിത്തമാണ്. ദൈവാധീനം എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ആ അമ്മയുടെയും നിങ്ങളുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് തന്നെയാണ് ഞാനൊരു നടനായതും ഇന്നിവിടെ ഇരിക്കുന്നതും. അതിന് നന്ദി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് ചിത്രയുടെ കൂടെ പാടാനും സാധിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, പുള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. ഞങ്ങൾ ആറാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഉള്ളൊരു ചർച്ചയിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ്. രവീന്ദ്രൻ മാഷിനെ പറ്റി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും സുരേഷും ഏതാണ്ട് 38 വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തത് രവീന്ദ്രൻ മാഷിനെയാണ്, ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി. ഞങ്ങൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു, പാട്ടുകൾ പാടി, അതിമനോഹരമായ പാട്ടുകളായിരുന്നു. ആ സിനിമ നടന്നില്ല. രവിയേട്ടൻ പിന്നെ അത് ചില സിനിമ പാട്ടുകൾ മലയാളത്തിലെടുത്തു. നമ്മുടെ ഒരു സിനിമയിലെടുത്ത ശ്രീകുട്ടൻ അത് ആദ്യമായിട്ട് പാടിയ പാട്ട് നമ്മൾ അത് അതിൻ്റെ ട്രാക്ക് എടുത്ത് കൂലി എന്ന് പറഞ്ഞ പടത്തിൽ ശ്രീകുട്ടൻ ആദ്യം പാടിയ ആ പാട്ട്. അതെ.